ഇനിയിപ്പോ കേക്കും കൂടി വാങ്ങാനുള്ളൂ, ബാക്കിയെല്ലാം വാങ്ങി. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ഗൈസ്. ബ്രൈഡ് എന്താണ് കഴിക്കുന്നത്? ബിരിയാണി, ബീഫ്, ചിക്കൻ കറി, പൊറോട്ട. സാഹു എന്താ ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോണേ? അമ്മൂനെ ഇതിക്കേറ്റ് ഇവിടെ പരേഡ് നടത്തും. നമ്മള് സൈഡിൽ ഇതൊക്കെ പിടിച്ച് നിൽക്കുവോ? നിങ്ങളിങ്ങനെ തൂങ്ങി പിടിക്കണം, 4 പേര് ഇരിക്കണം. പ്രോപ്പൊക്കെ പിടിച്ച് ഹലോ, മനസ്സിലായോ മോളെ? ബാക്കിലോട്ട് എല്ലാരും ചവിട്ടിയേ. നമ്മള് തള്ളാം, കുഴപ്പമില്ലല്ലോ അല്ലേ? സൈക്കിൾ ഒന്നിട്ടില്ലേ? സൈക്കിൾ എടുത്തിട്ട് കൊല്ലങ്ങളായിട്ടോ. ബ്രേക്ക് ചെയ്ത് അത് പഠിപ്പിച്ചു കൊടുക്കും. പോണോട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ ക്ലാസ്മേറ്റ് തന്നെ. ആരോടാണ് ഫസ്റ്റ് എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ നേരം എന്തായിരുന്നു റെസ്പോൺസ്? പറഞ്ഞില്ല, 4 മാസം എടുത്തു. മൗനം സമ്മതമായിട്ട് എടുക്കണായിരുന്നു അപ്പൊ തന്നെ. ഞാൻ എടുത്തല്ലോ, ഞാൻ പറഞ്ഞിടാനത്. ഇനി എനിക്ക് വെച്ചല്ലോ. അതുകൊണ്ട് ഇവൻ പറഞ്ഞിട്ട് വാങ്ങി. നല്ല ഇനി എന്റെ വൈകി കണ്ടാ ഒരു കാര്യമില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് സ്നേഹ. സ്നേഹ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഓസ്ട്രേലിയയിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തു. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ CBA എന്തായിട്ടാണ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നല്ല ഡിമാൻഡുള്ള, ഭയങ്കര ഡിമാൻഡാണ്. എനിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. നടക്കാൻ പറ്റില്ല, ആൾക്കാർ പുറകെ എന്റെ കമ്പനിയിലോട്ട് ഭയങ്കര ഡിമാൻഡാണ്. എനിക്ക് എല്ലാ കമ്പനിയിലും വിളിക്കും. നല്ല ഡിമാൻഡുള്ള ജോലിയാണ്. എൻജോയ് ചെയ്ത് സ്നേഹ എൻജോയ് ചെയ്തത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ പറയണോ? സ്നേഹയ്ക്ക് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയത്? ഞാൻ പണ്ട് TCSലായിരുന്നു. അവിടുന്ന് അവരുടെ കണക്ഷൻ കൊണ്ട് ഇങ്ങോട്ട് വന്നു. അല്ലാതെ പഠിക്കാൻ വന്നതല്ല. അല്ല, പഠിക്കാൻ വന്നല്ലോ. വർക്ക് വിസയിൽ ഡയറക്റ്റ് വന്നതാണ്. അങ്ങനെ ഇവിടെ നിന്ന് ജോലി എടുത്ത് സ്നേഹം ഇപ്പൊ PR ഒക്കെ ആയി. ഇവിടെ സെറ്റിലായി. സെറ്റിലായെന്ന് പറയാൻ പറ്റില്ല, PR ഒക്കെ ആയി. എന്നിട്ട് ഇപ്പൊ CBAയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്നേഹയ്ക്ക് ഇവിടെ സാലറി ഒക്കെ എത്ര കിട്ടും? തരക്കേടില്ലാതെ കിട്ടുന്നുണ്ട്. എന്നാലും എത്ര കിട്ടും? ഒരു 100 to 150K ഉള്ളിൽ കിട്ടും. നല്ല സാലറി ഉണ്ട്. സ്വന്തമായിട്ട് ഇവിടെ ഫ്ലാറ്റ് ഒക്കെ ആയി സ്നേഹയ്ക്ക്? അല്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല. നമുക്ക് അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ലിവിങ് എക്സ്പെൻസ് എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. ജീവിക്കാൻ വലിയ പാടാണ് സിഡ്നിയില്. എസ്പെഷ്യലി വീട് കിട്ടാൻ പാടാണ്. റെന്റിന് വീട് കിട്ടാനില്ല ഇവിടെ. ഓക്കെ, സ്നേഹയ്ക്ക് എങ്ങനെയൊക്കെ കിട്ടി? എങ്ങനെയോ ഭാഗ്യത്തിന് കിട്ടി. റെന്റ് ഒക്കെ എത്രയാണ്? ഭയങ്കര കൂടുതലാണ്. സ്നേഹം സിറ്റിയുടെ സെന്ററിൽ തന്നെയല്ലേ? എനിക്ക് സിറ്റി തന്നെ വേണം. സിറ്റിയിലൊക്കെ റെന്റ് എത്രയായിരിക്കും? ഭയങ്കര കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ചോദിക്കാനുള്ളത്, സ്നേഹ, പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെയാണ് വരാന്ന്? എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലേക്ക് വരാൻ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് വർക്ക് വിസ ഓൾറെഡി നമ്മുടെ നാട്ടിലുള്ള കമ്പനി തരണം 482. രണ്ടാമത്തെ, നമ്മള്
അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്പനി റയർ അതൊന്നും എനിക്കറിയില്ല തരുമെന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ അത് ഞാൻ വന്നൊക്കെ പോലത്തെ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നാട്ടിൽ നിന്ന് PR എടുത്തിട്ട് വരണം. അത് ട്രൈ ചെയ്യണം, പക്ഷെ നടക്കുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പഠിക്കാൻ വരണം സ്റ്റുഡൻ്റ് ആയിട്ട്. എനിക്ക് മനസ്സിലായത്. ഇതിന് അഭിപ്രായം ഉണ്ടോ? നാലാമത്തെ ഓപ്ഷൻ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ആരെങ്കിലും കല്യാണം കഴിക്കുക. ഓസ്ട്രേലിയയിലേക്ക് ജോലി എങ്ങനെ കിട്ടാമെന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. അതെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓസ്ട്രേലിയയിൽ ജോലി നാട്ടിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടാൻ ഭയങ്കര ചാൻസ് എനിക്ക് തോന്നുന്നില്ല. അതിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ നമ്മുടെ കൂടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഭയങ്കര ഡിമാൻഡുള്ള ജോലിയാണെങ്കിൽ നാട്ടിൽ നിന്ന് ജോലി ഇവിടെ കണ്ടുപിടിച്ച് വരാൻ പറ്റുമെന്നുള്ളത്. മനുഷ്യരെ കാണാൻ വയ്യ. കിട്ടാൻ എളുപ്പമാണ് മനുഷ്യന്. ഡിമാൻഡുള്ള ജോബ് ആണെങ്കിൽ പറ്റും. ഡോക്ടർ നേഴ്സൊക്കെ ആവേണ്ടി വരുമായിരിക്കും. അവർക്ക് ഈസി ആയിട്ട് PR കിട്ടുമല്ലോ. അല്ലാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമല്ല. തോന്നുന്നുണ്ടോ? പിന്നെ ഇവിടുത്തെ ഫോൺ നമ്പർ കോളൊക്കെ ചെയ്യണ്ടേ? ഫോൺ നമ്പർ ഒക്കെ ഇല്ലാതെ ഓസ്ട്രേലിയൻ നമ്പർ ഇല്ലാതെ പാടായിരിക്കും. ഇന്റർവ്യൂലാണ് കഴിഞ്ഞ കുറച്ച് വേറെ ആലോചിച്ചിട്ടേ ക്യാമറ കട്ട് ചെയ്ത് ക്യാമറ